അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്ലിസ് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, എല്ലാം പടച്ചവൻ മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ പറയുന്ന ഓരോ ദിക്റുകളും ഒരുപാട് ശ്രേഷ്ഠതകളുള്ളതാണ്, ഒരുപാട് പ്രതിഫലങ്ങളുള്ളതാണ്. ആ പ്രതിഫലങ്ങൾ മുഴുവനും ഈ ദിക്റുകൾ പറയുമ്പോൾ കിട്ടാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞിട്ട് അവസാനം ദുആ രക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ടോ എല്ലാ ചോദ്യങ്ങൾക്കും അല്ലാഹു തആല ഉത്തരം നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളത്. അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. നമ്മൾ പറയുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുന്നതാണ്. അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടി മഹത്തുക്കളായ ഔലിയാക്കന്മാർ പറയുന്ന ഒരു ദിക്റുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയുക. സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ്. 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 ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. ഇസ്മുകളിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ. ഈ രണ്ട് ഇസ്മുകൾ വളരെ ശ്രേഷ്ഠമുള്ളതാണ്. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ രണ്ട് ഇസ്മുകൾ ഓരോ ദിവസവും പറയാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. ഇൻഷാ അല്ലാഹ് ദുന്യവിയായ നേട്ടങ്ങളും ഉഹ്റവിയായ നേട്ടങ്ങളും, ഈമാൻ അധികരിക്കുന്ന നേട്ടവും അതുപോലെ ദുന്യാവിൽ സമ്പത്ത് അധികരിക്കുന്ന, അതായത് ദുന്യവിയായ ഉഹ്റവിയായ നേട്ടങ്ങൾ കിട്ടാൻ കാരണമാകുന്ന രണ്ട് ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പറയാം. യാ മുഹൈമിനു യാ അസീസു യാ അല്ലാഹ്. യാ മുഹൈമിനു യാ അസീസു യാ അല്ലാഹ്. യാ മുഹൈമിനു യാ അസീസു യാ അല്ലാഹ്.
يا مهيمن يا عزيز يا الله 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 റാത്തീബിൻ്റെ സദസ്സിലൊക്കെ മജ്ലിസിലൊക്കെ നമ്മൾ പറയുന്ന അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന ഒരു വാചകമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. ഇത് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ മുൻനിർത്തിയിട്ട് ഇത് പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് സഫലീകരിക്കും. ഇൻഷാ അള്ളാഹ് ഒന്നിച്ച് പറഞ്ഞാലോ? لا معبود إلا الله لا مقصود إلا الله 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 لا معبود إلا الله لا مقصود إلا الله. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിനോട് ഒരുപാട്
തൗബ ചെയ്യേണ്ട, ഒരുപാട് ഇസ്തിഗ്ഫാർ പറയേണ്ട ഒരു സാഹചര്യമാണല്ലോ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. അറിഞ്ഞ് ചെയ്ത, അറിയാതെ ചെയ്ത, ഒറ്റയ്ക്ക് ചെയ്ത, കൂട്ടായി ചെയ്ത, മനഃപൂർവ്വം ചെയ്ത, അതുപോലെ മറന്നു ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ ഇസ്തിഗ്ഫാറിൻ്റെ വചനവും തൗബയുടെ വചനവും ഒന്നിച്ചിട്ടുള്ള ചില ദിക്റുകളാണ്, ഇസ്തിഗ്ഫാർ തൗബയുടെ വചനങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക്. 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 അതുപോലെ തന്നെ മറ്റൊരു ഇസ്തിഗ്ഫാറിന്റെ വചനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അള്ളാഹു താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ ഇസ്തിഗ്ഫാറിനെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ ഒരു ദിക്റാണ്. അതോടൊപ്പം തന്നെ ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഈമാനോടുകൂടി നമുക്ക് മരിക്കാനുള്ള തൗഫീഖ് കിട്ടാൻ മഹത്തുക്കളായ ഉലമാക്കൾ സ്ഥിരമാക്കാൻ പറഞ്ഞ ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. 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 ഇനി പറയാൻ പോകുന്നത് ഒരു സ്വലാത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ, നമ്മൾ നബിയെ നേരിട്ട് കാണുന്നത് പോലെ നബി തങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന ഒരു രൂപമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام عليك
അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക 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 അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്വലാത്തിൻ്റെ ഒരു അല്പമാണ്. ഈ ഒരു സ്വലാത്ത് ഇത്രയും പറഞ്ഞാൽ മതി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ പറയുന്ന സ്വലാത്തിന് അവിടുന്ന് ഈ സ്വലാത്ത് നബിതങ്ങൾ കേൾക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. അല്ലാഹുവേ പടച്ചവനെ, ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, മദീന കാണാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാരെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. റഹ്മാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഞങ്ങൾ പറയുന്ന ഈ സ്വലാത്തിൻ്റെ ഈ ഒരു പവർ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്.
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കാനും മഹത്തുക്കളായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മഹത്തുക്കളായ മുൻഗാമികൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാം. എല്ലാവരും ഒന്നിച്ചു പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ.
الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ, ദിക്റിനെ, തസ്ബീഹിനെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം പോരായ്മകളുണ്ടോ എല്ലാം അള്ളാഹു താല പരിഹരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നമ്മൾ ഓതിയതിൻ്റെ മിഥ്ല സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ സഫലീകരണം അള്ളാഹു താല നടത്തി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വസീയത്തുകൾ, ദുആ വസീയത്തുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്‌ലിസുകൾക്ക് ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഉമ്മമാരാണ് ദുആ വസിയത്ത് കമൻറ്റായി രേഖപ്പെടുത്തുന്നത്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ദ്വാരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇനിയും എല്ലാ ദിവസവും ഇതുപോലുള്ള ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹമുറാഹിമീനായ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദിക്റിൻ്റെ, ഞങ്ങളുടെ സ്വലാത്തിൻ്റെ, ഞങ്ങളുടെ തസ്ബീഹിൻ്റെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളോട് കമന്റിലൂടെ ദുആരക്കാൻ പറയുന്നത്. ഓരോ ദിവസവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ, ആരെല്ലാം ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ടോ, ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ടോ, ആരെല്ലാം കമന്റ് എഴുതുന്നു, അതെല്ലാം ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ടു പറയുന്നു, എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. പ്രതിസന്ധികൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ദുഃഖങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മാരകവുമല്ലാത്തതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ വരുന്നതിനെ തൊട്ട്, ബ്രെയിൻ ട്യൂമർ വരുന്നതിനെ തൊട്ട്, അല്ലാഹുവേ കിഡ്നിക്ക് പ്രോബ്ലമാണ്, കരളിന് വീക്കമാണ്, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള അല്ലാഹുവേ വാർത്തകൾ കേൾക്കുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. ആരെല്ലാം ഹോസ്പിറ്റലുകൾ കഴിയുന്നുണ്ടോ, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ഐസിയുയിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട്, റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ട എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. വീടില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, റഹ്മാനെ വീട് പണി നടക്കുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികളായ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സിഹർ മൂലം, അതുപോലെ കണ്ണേറ് മൂലം, പൈശാചികമായ ഉപദ്രവങ്ങൾ മൂലം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്.
പടച്ചവനെ, പ്രവാസികളായ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈറും സമാധാനവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അള്ളാഹുവേ, വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ നോക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ ദുസ്വഭാവങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. അള്ളാഹുവെ, പറഞ്ഞാൽ അനുസരണയുള്ളവരാക്കണേ അല്ലാ. അള്ളാഹുവെ, അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉന്നതമായ വിജയങ്ങൾ നീ നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവനെ, മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, പടച്ചവനെ, മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ, പടച്ചവനെ, ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാ. അള്ളാഹുവേ, പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ കാണുന്ന, മജ്‌ലിസിൽ ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഞങ്ങളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, പടച്ചവനെ, ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ കടങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ അടുത്തു വരികയാണ്. പലരും പരീക്ഷ എഴുതുകയാണ്. ഉന്നതമായ വിജയം നൽകണേ അല്ലാ. മോശമായ കൂട്ടുകെട്ടുകളെ തൊട്ട്, അള്ളാഹുവെ, കഞ്ചാവിൻ്റെ, മയക്കുമരുന്നിൻ്റെ, അശ്ലീലതയുടെ കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, ഖൈറായ രൂപത്തിൽ അത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. ഖൈറായി ഞങ്ങളെ എല്ലാവരെയും അവിടെ നീ എത്തിക്കണേ അല്ലാ. മത്തു റസൂലിൻ്റെ ചാരച്ചെന്ന് സലാം പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലി അലാ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും മഗ്‌രിബിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ ഈ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും ഈ സദസ്സിൽ പങ്കെടുക്കട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.